അങ്ങനെ യാക്കോബ് ബേഥേലിലേക്ക് പോകാൻ പോവുക. ദൈവം യാക്കോബിനോട് പറഞ്ഞു, നീ ഇനി ബേഥേലിലേക്ക് പോകണം. ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്ക്, ഈ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിലാണ് ഈ സംഭവം. ഒന്നുകൂടെ 35-ന്റെ പ്രാരംഭ വാക്യം മൈക്ക് കൊണ്ടൊന്ന് വായിച്ചേ. അനന്തരം ദൈവം യാക്കോബ്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കാം. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുവാൻ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം പഠിക്കുമ്പോൾ, വേദപുസ്തകം ധ്യാനിക്കുന്നവർക്കറിയാം, 35-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഈ 35-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് 3 മരണങ്ങൾ നടക്കും. 3 മരണം. അതിൽ ഒന്ന് ദബോരയുടെ മരണം. സ്തോത്രം. ദബോര മരിച്ചു. പ്രധാനപ്പെട്ട 3 മരണങ്ങളാണ്. മിടുക്കൻ, ഇവിടെ വന്നിരി. നിങ്ങൾക്ക് വല്ലതും പോണോ? നിനക്ക് പോണോ? വെളി വല്ലതും പോണോ? അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഇന്റർവ്യൂവിന് സമയമുണ്ട്. ഞാനപ്പോൾ ഇന്റർവ്യൂവിന് സമയം തരാം, അതിനാ ചോദിച്ചത്. 3 പ്രധാനപ്പെട്ട 3 മരണങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ. ഒന്ന്, റിബേക്കയുടെ ധാത്രിയാകുന്ന ദബോരയുടെ മരണം. അതാണ് 8-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചേ മോളെ. റിബേക്കായുടെ ധാത്രിയായ ദെബോറ മരിച്ചു. റിബേക്കയുടെ ധാത്രിയായ ദെബോറ മരിച്ചു. അവളെ ബേഥേലിന് താഴെ ഒരു കരുവേലകത്തിന് കീഴിൽ അടക്കി. അതിന് അല്ലോൻ ബാഖൂത്ത് വിലാപവൃക്ഷം എന്ന് പേരിട്ടു. അപ്പോൾ റിബേക്കയുടെ ധാത്രിയെ അടക്കി. അതിന് വേറെ പഠിതാക്കൾ പറയുന്നത്, റിബേക്കയുടെ അടക്കത്തിന് യാക്കോബിന് കൂടാനൊത്തില്ലെന്ന്. അപ്പൊ യാക്കോബ് അമ്മാച്ചന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞു, അമ്മയുടെ അടക്കത്തിന് കൂടാനൊത്തില്ല, അതുകൊണ്ട് അമ്മയെ ശുശ്രൂഷിച്ച അമ്മയുടെ ധാത്രിയെ ഞാൻ അടക്കുമെന്ന്. അതാണ് 8-ാം വാക്യം. 2-ാമത്തെ മരണം യാക്കോബിന്റെ ഇഷ്ട ഭാര്യയാകുന്ന റാഹേലിന്റെ മരണം. അത് 35-ലാ, 17-18. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ഏത് വാക്യാ വായിച്ചേ? 17. 16 ചേർത്ത് വായിച്ചു, അപ്പൊ കുറച്ചുകൂടെ നന്നാകും. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. അടുത്തത്, എന്നാൽ അവൾ മരിച്ചുപോയി. അപ്പോൾ ഉൽപ്പത്തി 35-ാം അധ്യായത്തിലെ 2-ാമത്തെ പ്രധാനപ്പെട്ട മരണം യാക്കോബിന്റെ ഇഷ്ട ഭാര്യയാകുന്ന റാഹേലിന്റെ മരണം. സ്തോത്രം. റാഹേൽ മരിക്കും. 3-ാമത്തെ ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാനപ്പെട്ട മരണം ഇസ്ഹാക്കിന്റെ മരണമാണ്. യാക്കോബിന്റെ പിതാവ്. 27-28 വാക്യം വായിക്കണം. അപ്പൊ ഉലകം 35-ൽ പ്രധാനപ്പെട്ട 3 മരണങ്ങളാണ്. ഒന്ന് ദബോറായുടെ മരണം, 2 റാഹേൽ, 3 ഇസ്ഹാക്കിന്റെ മരണം. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. മാത്രമല്ല, ഈ 35-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വേറൊരു വിഷയം, ഗോത്രപിതാവാകുന്ന യാക്കോബിനെ പിടിച്ചു കുലുക്കുകയും തന്റെ ജീവിതത്തെ വളരെ തകർച്ചയിലേക്ക്, മാനസിക തകർച്ചയിലേക്ക് നടത്തിയ വിഷയവും ഉൽപ്പത്തി 35-ാം അധ്യായത്തിൽ. അത് മറ്റൊന്നുമല്ല, വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം, രൂബേന്റെ കന്യാഗമനം. രൂബേൻ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. ആ വിഷയത്തെ പറ്റി കൊടുത്തിരിക്കുന്ന ഒരു പദം, ഒറ്റ പദം മാത്രം വായിച്ചാൽ മതി. 35-ാം അധ്യായത്തിന്റെ, ഞാൻ പറയും പോലെ വായിക്കാവുള്ളേ, പറ്റി
കൊടുത്തിരിക്കുന്ന ഒരു പദം, ഒറ്റ പദം മാത്രം വായിച്ചാൽ മതി. ഇസ്രായേൽ അത് കേട്ടു. ആ 35-ാം അധ്യായത്തിന്റെ, ഞാൻ പറയും പോലെ വായിക്കാവുള്ളേ, 36 കയറി വായിച്ച പോലെ വായിക്കരുത്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ ഒരു പദമുണ്ട്, ഇസ്രായേൽ അത് കേട്ടു. അത് വായിച്ചേ. ഇസ്രായേൽ അത് കേട്ടു. മതി. ഇസ്രായേൽ അത് കേട്ടു എന്ന് പറഞ്ഞാൽ ഒരു നല്ല വാർത്തയല്ല ഈ കേട്ടത്. കർണസുഖം ഉണ്ടാക്കുന്ന ഒരു നല്ല വാർത്തയല്ല കേട്ടത്. മറുവശം പഠിച്ചാൽ ഒരു നല്ല വാർത്തയല്ല രൂപൻ കേൾപ്പിച്ചത്. ദൈവസഭയിൽ കൂടി വരുന്ന ദൈവമക്കളോട് ദൈവദാസൻ എന്ന നിലയിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, നല്ല വാർത്തകളെ കേൾപ്പിക്കാവൂ. വേറൊരു വ്യക്തിയുടെ ബലഹീനത, അപാകതകൾ, പാകപ്പെടകൾ, അവന്റെ ജീവിതത്തിലെ മറ്റ് വശങ്ങൾ, അത് കഴിവിന്റെ പരമാവധി കേൾക്കാതിരിക്കുന്നതാ നല്ലത്. ഞങ്ങൾ ഈ ഉപദേശിമാര് വിസിറ്റിങ്ങിനൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ ചിലര് കൂട്ടുവിശ്വാസികളുടെ കാര്യം, അപ്പുറം വിശ്വാസികൾ തന്നെ അവരുടെ കാര്യം, ഒരു സഭയെ കൂടുന്ന കാര്യമൊക്കെ പറയുന്നത് ചിലർക്ക് നല്ല മനോസുഖമാണ്. കഴിവിന്റെ പരമാവധി കേൾക്കാതെ പോകാനാ പരിശ്രമിക്കുന്നത്. എന്നാലും ചില പ്രത്യേക സന്ദർഭത്തിൽ കേട്ടേ ഒക്കൂ. അത് ചില സഹോദരിമാര് ബുദ്ധിമതികളുണ്ട്. അത് ഇങ്ങനെ അവര് കേൾപ്പിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, പാസ്റ്ററെ പോകരുത്, ചായ കുടിക്കാതെ കുറഞ്ഞ പക്ഷെ ചായ ഇടുന്ന ഒരു 5 മിനിറ്റ് എങ്കിലും 5 മിനിറ്റ് കൊണ്ട് ഇത് ഒപ്പിക്കും. കേട്ടല്ലേ ഒക്കൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം സഭയുടെ ചാർജ് എടുക്കുമ്പോൾ എല്ലാവരും ഒന്നും പിടികിട്ടുകയല്ല. 1-2 പ്രാവശ്യം ചെന്ന് കഴിയുമ്പം ആൾ ഇന്നതാന്ന് ഏറെക്കുറെ പിടികിട്ടും. അപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, വീട്ടിലോട്ട് ചെല്ലുകയാണെങ്കിൽ വീടിനടുത്തെത്തുമ്പോൾ പറയും, തങ്കച്ചായ അല്ലേ, പാപ്പച്ചായ അല്ലേ, ബേച്ച അല്ലെ, അവരില്ലെങ്കിൽ സഹോദരി ആണെങ്കിൽ പറയും, അമ്മാമ്മേ ഞാൻ അങ്ങോട്ടൊന്ന് വരിക, ചായയും കാപ്പിയും യാതൊരു കാര്യവും വേണ്ട, വരിക, അവരുടെ കാര്യം എന്തെങ്കിലും ചോദിക്കുക, എന്തെങ്കിലും വിഷയം കുറച്ചുകൂടെ നല്ലതെന്നായി എൻ്റെ അഭിപ്രായം. അതല്ലെങ്കിൽ ഈ ചായ ഇടാൻ പോകുന്ന നേരത്തെ കുരുക്കൊപ്പിക്കും. 5-8 മിനിറ്റ് വേണ്ടേ ഒരു ചായ? ആ ചായ ഇടുന്ന നേരം കൊണ്ട് പാലടുപ്പിലോട്ട് വെച്ച്, അപ്പം ഇടയ്ക്ക് നോക്കും ചായ തിളച്ച്, പക്ഷെ പോരുത്, ഓടിച്ചൊന്ന് നോക്കി, നേരം തിളച്ചില്ല, ഇങ്ങോട്ട് ഇളക്കി കുറച്ചുകൂടെ ബുദ്ധിയുള്ള സഹോദരി അന്ന് ആ ചായ തിളച്ച് കപ്പില് തീയോടെ കൊണ്ട് തരികയും ചെയ്യും. ആ നേരം കൊണ്ട് കുരുക്കൊപ്പിച്ച് തരും. അങ്ങനെ കുരുക്കൊപ്പിക്കുന്നവർ ഇതിനകത്തൊക്കെ ഉണ്ട്. ഒന്നും അറിയില്ല, മാലാകെ പോലെ ഇരിക്കുക. ഞാൻ പറഞ്ഞതിന്റെ തത്വം ഇതാ, ആവശ്യമില്ലാത്ത കേൾക്കാൻ ചെയ്യരുത്. നല്ലതേ നമ്മുടെ കാത് കേൾക്കാം, പോസിറ്റീവേ കേൾക്കാവൂ, നല്ലതേ കേൾപ്പിക്കാവൂ, നല്ലതേ കേൾക്കാവൂ. ഇവിടെ വായിക്കുന്നത് രൂപൻ ചെയ്ത ചെയ്തികളെ പറ്റി വായിക്കുന്ന ഇസ്രായേൽ അത് കേട്ടു. മോളെ ആ പദം ഒന്നുകൂടെ വായിച്ച, ആ പദം ഞാൻ പറഞ്ഞതേ വായിക്കാവൂ. ഇസ്രായേൽ അത് കേട്ടു എന്ന് പറഞ്ഞ ആത്മീക വർധനയ്ക്ക് ഉതകുന്ന ഒരു കാര്യമല്ല കേൾപ്പിച്ചത്. ആത്മീകത്തിന് പ്രചോദനമുണ്ടാക്കുന്ന ഒരു സംഭവമല്ല കേട്ടതും കേൾപ്പിച്ചതും. ദൈവകുഞ്ഞുങ്ങളോട് ഇന്ന് രാത്രി വളരെ വിനയത്തോടെ പറയട്ടെ, നല്ലത് മാത്രമേ കേൾപ്പിക്കാവൂ. സ്തോത്രം. ബത്തേരി അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഉപവാസ പ്രാർത്ഥന ഉണർവ് യോഗവും നല്ലതാ. ബത്തേരി സഭയിൽ 10 പേര് അഭിഷേകം പ്രാപിച്ചു, നല്ലതാ. ബത്തേരി സഭയിൽ ആമേൻ ഇത്ര പേര് സ്നാനപ്പെട്ടു, നല്ലതാ. അതേ കേൾപ്പിക്കാവൂ ഇങ്ങനെയുള്ള കാര്യം. അല്ലാതെ ബത്തേരി സഭയിൽ കഴിഞ്ഞ ആഴ്ച കസേരയ്ക്ക് അടിയായിരുന്നു, ഒരുത്തന്റെ തലയടിച്ച് പൊട്ടിച്ചു, 10 സ്റ്റിച്ചായിട്ട് അവൻ മെഡിക്കൽ കോളേജ്. നിങ്ങളുടെ നോട്ടോ ഇരിപ്പും കണ്ടിട്ട് നിങ്ങൾ അടിച്ചതുപോലാന്നല്ലോ. ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നല്ലതേ കേൾപ്പിക്കാവൂ.
അതെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ 35-ാം അധ്യായത്തിലെ സംഭവം 3 മരണം, പ്രധാനപ്പെട്ട 3 മരണം. 1 ദെബോരയുടെ മരണം, 2 റാഹേലിന്റെ മരണം, 3 ഇസഹാക്കിന്റെ മരണം. അപ്പോൾ തന്നെ ഈ 35-ലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രൂബന്റെ അന്യാഗമനം. അപ്പൊ ഇവര് ഈ സുക്കോത്തിൽ പാർത്ത് ആകെ പ്രശ്നമായി. അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, യാക്കോബേ ഇനി ബഥേലിലോട്ട് പോ. ബഥേലിന്റെ ആരാധനയ്ക്ക് നമുക്ക് പോകാം. ഇതുവരെ നമ്മൾ സുക്കോത്തിൽ ആരാധിച്ചു. സുക്കോത്തിന്റെ ആരാധന അത്ര സുഖപ്രദമല്ല. ബഥേലിൽ പോണം, നീ അവിടെ അങ്ങനെയല്ലേ തീരുമാനമെടുത്തു. അപ്പോൾ യാക്കോബ് തന്നെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെല്ലാം വിളിച്ചു വരുത്തി വെച്ച് പറഞ്ഞു, നമുക്ക് പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവനെയെല്ലാം നീക്കി കളയണം എന്ന് പറഞ്ഞ വിഗ്രഹങ്ങളെ മാറ്റണമെന്നാ പറഞ്ഞതിന്റെ ആശയം. അന്യദേവനെ നീക്കി. വായിച്ചേ. യാക്കോബിന്റെ പുത്രന്മാർ 12 പേരായിരുന്നു. പ്രസംഗത്തോട് യോജിച്ച് നിന്നെങ്കിലേ വായന ശരിയാവൂ. വായിച്ചു. ഉൽപ്പത്തി 35. അത് തന്നെ. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടു കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞു. നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ എല്ലാം നീക്കിക്കളയും. 1 അന്യദേവനെ നീക്കണം. പിന്നെ നിങ്ങളെ ശുദ്ധീകരിച്ച്. 2 നിങ്ങളെ എല്ലാം നന്നായിട്ട് ശുദ്ധീകരിക്കണം. 3 വസ്ത്രം മാറുവിൻ. 3 വസ്ത്രം മാറുവിൻ. കാരണം നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. അപ്പൊ ബഥേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധന. ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഞാൻ പറയാനുണ്ട്, ഈ സുക്കോത്തിലെ ആരാധനയ്ക്ക് അന്യദേവൻ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. സുക്കോത്തിലെ ആരാധനയ്ക്ക് കുളിക്കുക നനയ്ക്കുകയൊന്നും വേണ്ട. അവിടെ ശുദ്ധീകരണമൊന്നും വിഷയമല്ല. കുറ്റം പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ചില ആൾക്കാര് വെളുപ്പിന് ദൈവാലയത്തിൽ, 2 കൂട്ടര് ദൈവാലയത്തിൽ പോകും. ദൈവാലയം എന്നാ അവർ 2 കൂട്ടരും പറയുന്നത്. ഒരു കൂട്ടര് വെളുപ്പിനെ കുളിച്ചേച്ച് പോകും, മറു കൂട്ടര് കുളിക്കാതെ പോകും. കുളിച്ചേച്ച് വെളുപ്പിനെ പോകുന്ന ആൾക്കാരാരാ? നിങ്ങൾ പറ. ഇത് നമ്മൾ കേരളത്തിൽ തന്നെയല്ലേ? മൈക്ക് കൂടെ പറ. ഹിന്ദുസ്. അവര് 90 എന്ന അമ്മച്ചിയാന്നേലും 85 എന്ന അപ്പച്ചനാന്നേലും കൊച്ചു കുഞ്ഞാന്നേലും യൗവനക്കാരാന്നേലും ഏത് പ്രായത്തിലുള്ളവരാന്നേലും കുളിക്കാതെ ക്ഷേത്രത്തിൽ പോകുക. എൻ്റെ വല്യമ്മച്ചി ഈ അടുത്ത കാലം വരെ, എൻ്റെ അപ്പൻ്റെ അമ്മ ഇപ്പോഴും അങ്ങനെ കൊച്ചമ്മയുടെയും പറഞ്ഞു കേട്ട് 105 വയസ്സുണ്ട്. രാവിലെ കുളിക്കും എന്നും. അത് നല്ല പ്രായത്തിലും കുളിച്ചേച്ച ക്ഷേത്രത്തിൽ പോകുന്നത്. അവരെല്ലാവരും ഒന്നും വിശ്വാസ മാർഗത്തിലല്ല. ഹൈന്ദവരായ സ്നേഹിതന്മാർ അല്ലെങ്കിൽ പ്രായമുള്ള അമ്മമാരും ഒക്കെ വെളുപ്പിനെ കുളിക്കും. അവരെല്ലാവരും കുളിച്ചേച്ച ക്ഷേത്രത്തിൽ പോകും. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, വെളുപ്പിനെ പോകുന്ന കാണാം മൂടി പൊതച്ച് ഒരെണ്ണം കുളിക്കുകയില്ല. കിടന്ന കിടപ്പിൽ തന്നെ പല്ല് തേക്കുമായിരിക്കും. കുറ്റമായിട്ടല്ല ഈ പറഞ്ഞത്. 5 ആമം ആടെ കൂടെ പൊതിച്ച് ഇങ്ങനെ റോഡെ പോകുന്ന കാണാം, കുളിക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്നാ അമ്മാമ്മ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നു? എന്തോ ഉണ്ട്. അല്ല, ഹിന്ദുക്കൾ കുളിച്ചേ പോവുള്ളൂ. അവരും വയനാട്ടിൽ തന്നെ. ഇവിടുത്തെ ഹിന്ദുക്കൾ കുളിക്കുകയല്ലേ? കുളിക്കുമായിരിക്കുമെന്നോ? കുളിക്കുമായിരിക്കുമെന്നോ? കുളിച്ചു വെച്ചു. അത് തന്നെ ഞാനും പറഞ്ഞ, അത് തന്നെ അമ്മാമ്മയും പറഞ്ഞ, ട്യൂണ് തെറ്റിയെന്നേ ഉള്ളു. നല്ല വശമാണ് എടുക്കേണ്ടത്. അവരുടെ ആചാരം അതാ.
സ്തോത്രം. ആണ്ട നമ്മൾ ബഥേലിലെ ആരാധന നമുക്ക് അതെടുക്കാം. ഒരു യോഗത്തിന് വന്ന് രോടൊക്കെ ഉണ്ടാക്കി പോകണ്ട. സുക്കോത്തിലെ ആരാധനയ്ക്ക് കുളിക്കണ്ട, ശുദ്ധീകരണം വേണ്ട, വസ്ത്രം മാറണ്ട, അന്യദേവനെ നീക്കണ്ട. പക്ഷേ ബഥേലിന്റെ ആരാധനയ്ക്ക് ഇതെല്ലാം വേണം. ബഥേലിന്റെ ആരാധനയിൽ സുക്കോത്തിലെ വസ്ത്രമൊന്നും ബഥേലിൽ പറ്റുകയില്ല. അത് വേർപാടിന്റെ ആരാധനയാണ്. ഈ യാക്കോബ് ശുദ്ധീകരിക്കാനേ പറഞ്ഞോളൂ. ഒന്നുകൂടെ വായിച്ചേ മോളെ ആ വാക്യം. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോട് എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. നമുക്ക് ബഥേലിലോട്ട് പോകണം. അടുത്ത വാക്യം. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. അപ്പൊ ശ്രദ്ധിക്കുക, ശുദ്ധീകരിക്കുക, വസ്ത്രം മാറുക, കുളിക്കുക, അന്യദേവനെ നീക്കാനേ യാക്കോബ് പറഞ്ഞോളൂ. നിങ്ങളുടെ കാതേലും കടുത്തതും കിടക്കുന്നതെല്ലാം പറിച്ചു ഊരി പറിക്കാനൊന്നും യാക്കോബ് പറഞ്ഞോ? ഇല്ല. യാക്കോബ് ആ വിഷയമേ ഉണ്ടില്ല. അമ്മാമ്മ എന്നാ കാതേ കിടക്കുന്ന ഊരിക്കോ, നമ്മൾ ബഥേലിലോട്ട് പോവുക, കടുത്തേ കിടക്കുന്നത് പൊട്ടിച്ചു, നമ്മൾ ബഥേലിലോട്ട് പോകണമെന്ന് യാക്കോബ് പറഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചു. യാക്കോബ് പറഞ്ഞത് അന്യദേവനെ നീക്കണം, ശുദ്ധീകരിക്കണം, കുളിക്കണം, വസ്ത്രം മാറണം. നമ്മൾ ബഥേലിലോട്ട് പോകാൻ പോവാ. പക്ഷെ ഈ ശുദ്ധീകരിക്കണം, വസ്ത്രം മാറണം, അന്യദേവനെ നീക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഇതൊന്നും നല്ലതല്ല. അന്നേരം അവരെ മുഴുവനത് വേണ്ടാന്ന് വെച്ചു. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ശുദ്ധീകരണത്തിനകത്തും വേർപാടിനകത്ത് ഇതെല്ലാം വരും. സ്തോത്രം. ചൊല്ലി ചോദിക്കുന്ന അങ്ങനെ ഊരണമെന്ന് തെളിവുമല്ലോ. തെളിവുണ്ട്. ഒരു തെളിവല്ലേ ഇത്? ശുദ്ധീകരിക്കുക, അന്യദേവനെ നീക്കുക, അതിനകത്ത് ഇതെല്ലാം വരുന്നതാ. ഞാനിപ്പോ ആ ചരിത്രഭാഗത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. നമ്മുടെ വിഷയവും അതല്ലല്ലോ. ശുദ്ധീകരണത്തിനകത്ത് ഇതെല്ലാം അടങ്ങും. ഇത് മാത്രമല്ല പലതും. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇവരെ ശുദ്ധീകരണത്തോടെ ബഥേലിലെ ആരാധനയ്ക്ക് പോവുക. അതാണ് ഉൽപ്പത്തി 35. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിലാണ് റാഹേലിന്റെ മരണം. അത് യാക്കോബിനെ പിടിച്ചു കുലുക്കിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് റാഹേലിന്റെ മരണം. ഇഷ്ടഭാര്യ. നമ്മൾ രാവിലെ ചിന്തിച്ചു വന്നത്, ആ രണ്ട് സ്ത്രീകളാണ് ഇസ്രായേൽ ഗൃഹം പണിതത്, ലേയായും റാഹേലും. രൂത്തിന്റെ പുസ്തകത്തിൽ ബോവസിനോട് പട്ടണത്തിലെ മൂപ്പന്മാര് പറയുന്ന പദമാണ് നമ്മൾ പകലൊന്ന് പരാമർശിച്ചല്ലോ. ഈ വിഭാഗത്തിന് ഞങ്ങൾ സാക്ഷികൾ. അല്ലയോ ബോവസേ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെയും ലേയായെയും പോലെ ആക്കട്ടെ. അവർ ഇരുവരും അല്ലയോ ഇസ്രായേൽ ഗൃഹം പണിതത്. അവർ റാഹേല് പശുക്കിടാവ്, ലേയ പെണ്ണാട്ടിൻകുട്ടി. അതുകൊണ്ടാണ് യാക്കോബിന്റെ മക്കളോട് യോസേപ്പ് പറഞ്ഞത് ഗോപാലകന്മാരാന്ന് ഇടയന്മാരാന്നും പറയണം. നമ്മൾ പകൽ ചിന്തിച്ചു വന്ന ഭാഗം ഇങ്ങനെ, ഇസ്രായേലിൽ പ്രഥമ രാജാവായിട്ട് വരേണ്ടത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ് രാജാവ് വരേണ്ടത്. പക്ഷേ ആദ്യത്തെ രാജാവ് വന്നത് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന്. അത് വരാനുള്ള കാരണമാണ് വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയും കണ്ണുനീരും. ആ സംഭവം ഉൽപ്പത്തി 35. ഉൽപ്പത്തി 35-ാം അധ്യായത്തിൽ യാക്കോബ് പറഞ്ഞ അന്യദേവനെ നീക്കാൻ. എന്നിട്ട് റാഹേൽ ക്രമീകരണം വരുത്തിയില്ല. ഒരു എന്ത് അവസരം ദൈവം കൊടുത്തു? അവസരം ഇഷ്ടം പോലെ ദൈവം കൊടുത്തു. അവിടുന്ന് പോന്നപ്പം ഗിലിയാദ് പർവ്വതത്തിൽ വെച്ചു അവസരം കൊടുത്തതാണ്. പിന്നെ യാത്ര ചെയ്ത് വന്ന് സുക്കോത്തിലൊക്കെ വന്ന് പാർത്തപ്പോൾ അവസരം കൊടുത്തു. ഒന്നും കളഞ്ഞില്ല. അതിങ്ങനെ കൂടപ്പുറപ്പിനെ പോലെ കൊണ്ട് നടന്നു. ഒടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് യാക്കോബിനെ കുടുംബത്തെ വിളിച്ചേച്ച് പറഞ്ഞ് ശുദ്ധീകരണം പ്രക്രിയ. എന്നിട്ടും റാഹേൽ ഇത് ക്രമീകരണം വരുത്തിയില്ല. വരുത്താഞ്ഞത് കൊണ്ട് സംഭവിച്ചത് നമ്മൾ മുമ്പേ വായിച്ചു കേട്ടല്ലോ.
ഇവര് ബഥേലിലേക്ക് യാത്ര ചെയ്ത് എഫ്രാത്തിലെത്തുവാൻ അല്പദൂരമുള്ളപ്പോൾ റാഹേലിന് കഠിനവേദന, പ്രസവ വേദനയായി. അവള് വഴിയരികയിൽ പ്രസവിക്കുകയാണ്. അവിടെ വായിക്കുന്നത് വഴിയരികെ വെച്ച് പ്രസവിച്ചു, കഠിനവേദന. ആ പ്രസവത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചു. അവള് ദുഃഖത്തിന്റെ പുത്രൻ, വേദനയുടെ പുത്രൻ, കണ്ണുനീരിന്റെ പുത്രൻ എന്ന അർത്ഥം പരിമാറ ബനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പൻ പിന്നത്തേതിൽ വലങ്കയുടെ പുത്രൻ, ധീരതയുടെ പുത്രൻ, ശ്രേഷ്ഠതയുടെ പുത്രൻ എന്ന് ആശയം വരത്തക്ക വിധത്തിൽ അവന് ബെന്യാമീൻ എന്ന് അപ്പൻ പേരിട്ടു. ഈ ബെന്യാമീന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ റാഹേൽ മരിക്കുക. അപ്പൊ ഉൽപ്പത്തി 35 ചിന്തിച്ചു വരുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ചിന്താവിഷയം, ഒരു മരണവും ഒരു ജനനവും ഒരുമിച്ച് നടക്കുന്നു. സിനിമാ പാട്ടാന്നോ നാടകഗാനമാണെന്നോ എന്തോ ആണെന്നോ കേട്ടിട്ടുണ്ട് കൊച്ചിലെ, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ അതാണ് പറഞ്ഞു, ആരാ പറഞ്ഞു, ഒരിടത്ത് ജനനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സിയോൻ സഞ്ചാരി എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. പാട്ടുകാരൻ കൊടുത്തിരിക്കുന്നത് ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം. ഇത് ഒരിടത്താ രണ്ടും. ബെന്യാമീന്റെ ജനനവും ബെന്യാമീന്റെ അമ്മ റാഹേലിന്റെ മരണവും അത് ഒരിടത്ത് തന്നെ. ഈ വിഷയം യാക്കോബിനെ പിടിച്ച് കുലുക്കി. അപ്പൊ ആ വിഷയം റാഹേൽ മരിക്കാൻ പോവുക. പ്രസവിച്ച കുട്ടി ബെന്യാമീൻ. യെരമ്യാവ് ഇതിനോട് ആസ്പദീകരിച്ച ഒരു പ്രവചനാത്മാവിൽ ഒരു പ്രയോഗം പറഞ്ഞു, റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. അപ്പോൾ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, യഹൂദ ഗോത്രത്തിൽ നിന്നാ രാജാവ് വരേണ്ടത്. പക്ഷെ ആദ്യം വന്നത് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാ. അത് വല്യമ്മച്ചിയുടെ കണ്ണുനീര. യാക്കോബിന് ലേയായി കൂടി 4 പിള്ളേര് ജനിച്ചു ആദ്യം. അതിൽ ആദ്യത്തെ 4 പിള്ളേരാണ് രൂബേന്, ശിമയോന്, ലേവി, യഹൂദ. ഇസ്രായേലിലെ 27 കൂട്ടം പദവികളുള്ളതിൽ ആദ്യത്തെ നല്ല 4 പദവി ഈ 4 പിള്ളേർക്ക് പോയി. രൂബേന് ജ്യേഷ്ഠാവകാശം, ശിമയോന് പ്രഭസ്ഥാനം, ലേവിക്ക് പൗരോഹിത്യം, യഹൂദയ്ക്ക് രാജത്വം. ജ്യേഷ്ഠാവകാശത്തിൽ തന്നെ പല വിശേഷതകളുണ്ട്. ഇരട്ടിപ്പങ്ക്, പുത്രത്തൻ, രാജാവ്, കുടുംബനായകൻ, കുടുംബത്തിലെ പ്രധാന പുരോഹിതൻ, തലയെക്കെട്ട്, തലമുടി, മോതിരച്ചരട്, മോതിരം, വാടി, ജനനായകൻ, കുടുംബനായകൻ, ഇങ്ങനെ പദവികൾ ധാരാളമുണ്ട്. അതിലെ യാക്കോബിന്റെ ആദ്യത്തെ പിള്ളേർക്ക് ഈ പദവികളെല്ലാം പോവുക. രൂബേന് ജ്യേഷ്ഠാവകാശം, ശിമയോന് പ്രഭസ്ഥാനം, ലേവിക്ക് പൗരോഹിത്യം, യഹൂദയ്ക്ക് രാജത്വം. അപ്പൊ രാജാവ് വരേണ്ടത് യഹൂദ എന്നാ. പക്ഷെ ആദ്യം രാജാവ് വന്ന് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാണ്. സംഭവം നമുക്കറിയാം. അപ്പന്റെ കഴുതകളെ തേടി പോയ ശൗൽ ഭാഗ്യവശാൽ ശൗമേന്റെ പിടികിച്ചെന്നു. അതതിന്റെ സംഭവം. ഇതെല്ലാം വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയാണ്. റാഹേൽ മരിക്കാൻ നേരത്തെ ദുഃഖം, വേദന. യെരമ്യാ പ്രവചനം കൂടെ ചേർത്ത് പഠിച്ചാൽ റാഹേൽ തന്റെ മക്കളെ ചൊല്ലിക്കരയുക. അവിടെ ഒരു പദമുണ്ട്, അവർക്ക് ഇല്ലായികയാ എന്ന് പറഞ്ഞാൽ റാഹേല് മരിക്കുന്ന സമയത്ത് മനസ്സിലായി റാഹേലിന്റെ ആദ്യത്തെ പുത്രൻ യോസഫ് ഇപ്പോൾ ജനിച്ച പുത്രൻ ബെന്യാമീൻ. അവർക്കില്ല എന്ന് പറഞ്ഞാൽ നല്ല അവകാശങ്ങളൊന്നും ഇവർക്ക് ഇനി കിട്ടുകയില്ല. രൂബേന് ജ്യേഷ്ഠാവകാശവും പോയി, ശിമയോന് പ്രഭസ്ഥാനവും പോയി, ലേവിക്ക് പൗരോഹിത്യം പോയി, യഹൂദയ്ക്ക് രാജത്വം പോയി. പ്രധാനപ്പെട്ട കാര്യങ്ങൾ യോസേഫിനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇപ്പൊ പ്രസവിച്ച കുഞ്ഞ് ബെന്യാമീൻ, ചോരക്കുഞ്ഞ്, അതിനൊന്നും നല്ല കാര്യങ്ങളൊന്നുമില്ല. അവർക്കില്ലായികയാൽ അപ്പൊ ഇവള് ചിന്തിച്ചു, ദൈവമേ, എന്റെ ജ്യേഷ്ഠത്തിൽ ലേയായുടെ പിള്ളേർക്ക് അവകാശങ്ങളും നല്ല പദവികളും എല്ലാം പോകുന്നു. എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അവകാശം കിട്ടത്തില്ലല്ലോ. തന്നെയുമല്ല, ഞാൻ മരിക്കാൻ പോവുക. ഇനി അതിനെ ആത്മീയമായി പഠിച്ചാൽ അതിന്റെ നല്ല വേറൊരു വശം, കഠിനവേദന എന്നാ അവിടെ കൊടുത്തേക്കുന്നത്, അല്ലയോ? കഠിനവേദന. അങ്ങനെ ആ പദം മാത്രം ഒന്ന് വായിച്ചേ. പ്രസവത്തിൽ അവൾക്കു കഠിനവേദന. മതി. കഠിനവേദന. ഇതിനെപ്പറ്റി വേറെ പഠിതാക്കൾ പറയുന്നത്, കഠിനവേദന എന്ന് പറഞ്ഞാൽ
ഈ പ്രസവ സമയത്ത് വേറെ പഠിതാക്കൾ ഈ സംഭവം വിലയിരുത്തിയിരിക്കുന്നത് കഠിന വേദന, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, ബ്ലീഡിങ്. എനിക്ക് ഇംഗ്ലീഷ് അത്ര നല്ല ഒട്ടും. അപ്പോൾ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, അതാ കഠിന വേദന. കാരണം ജീവൻ പോകുക, ബ്ലഡ് പോകുക എന്ന് പറഞ്ഞാൽ ജീവൻ പോകുക. ജീവൻ രക്തത്തിലല്ലയോ, ജീവൻ രക്തത്തില എന്ന് പറഞ്ഞാൽ റാഹേലിന്റെ ജീവൻ പോയിക്കൊണ്ടിരിക്കുക, കഠിന വേദന. നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്ക് ഈ ഭാഗം അതേവർക്കുന്നവർക്ക് അറിയാം. ഇത് നമ്മളവർക്ക് ഇതൊക്കെ യാദൃച്ഛികമാണ്, നല്ലല്ല, യാദൃച്ഛികമല്ല. പകല് നമ്മൾ ചിന്തിച്ചല്ലോ, തന്റെ പിതാവ് ലാബാൻ കൂടാരമെല്ലാം പരിശോധിച്ചു വന്നപ്പോ ഇവള് പറഞ്ഞു, പപ്പ ഞാൻ ഫാസ്റ്റിംഗ് പ്രയറില്ല, എനിക്ക് എഴുന്നേൽപ്പാൻ. ഞാൻ ഭയത്തോടാ ഇത് പറയുന്നത്. ഏത് വിഷയത്തിൽ ഇവൾ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടിക്കുക. ലാബാൻ കൂടാരത്തിൽ പരിശോധിക്കാൻ വന്നപ്പോ ഇവക്ക് ഒരു കുഴപ്പവും ഇല്ല. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ തടിയൂരാൻ, രക്ഷപ്പെടാൻ, അന്നേരത്തെ നിലനിൽപ്പിന് വേണ്ടി കള്ളം. ദൈവമക്കളുടെ വാക്കുകളെല്ലാം വളരെ സൂക്ഷിച്ചോണം. നിന്റെ അന്നേരത്തെ നിലനിൽപ്പിനും രക്ഷപ്പെടാനും പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ തടി ഊരാനും ഒക്കെ ചില കാര്യങ്ങൾ പറയും. അത് സൂക്ഷം അവിടെ കുറിച്ചു വെക്കും. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനകളുടെ പ്രാരംഭ ദിവസമായതുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമെല്ലാം ദൂരെ ഇരുന്ന് കേൾക്കുന്നവർക്ക് ഒരു ശുദ്ധീകരണത്തിന്റെ ക്രിയകൾ നടക്കട്ടെ. അതുകൊണ്ടാണ് ഈ നില. നാളെ ദൈവം അനുവദിച്ചാൽ ഇപ്പൊ നിങ്ങൾ എനിക്ക് ഉണർവ് യോഗമാണെന്നാ പറഞ്ഞ എല്ലാവരും സ്തംഭിച്ചിരിക്കുക. ഇതാണോ ഉണർവ്? ഇതാ ഉണർവ്. അനുതാപം വരുന്നതല്ലേ ഉണർവ്? ജീവിത ക്രമീകരണം വരുന്നത് അല്ല. നിങ്ങൾ അതെല്ലാം കൂടെ അടിച്ചു തുള്ളി നിന്നെയും കൊല്ലും ഞാനും ചാവുമെന്ന് പറഞ്ഞ് ഇളക്കി നിങ്ങളുടെ തലയെ പിടിച്ച് ഉലുക്കി രണ്ടെണ്ണത്തിനെ തള്ളി താഴെയിട്ട് 3 എണ്ണം ഉരുണ്ട് നടന്ന് 2 എണ്ണം ഛർദ്ദിച്ച് 3 എണ്ണത്തിന്റെ പേരും പറഞ്ഞ് ഉപദേശിച്ച് കാറെ കയറി പോയി. നിങ്ങളവിടെ താഴെയും കിടന്നു. നാളത്തെ യോഗത്തിന് വരികയില്ല, ഉരുണ്ട് വീണിട്ട്. ഇതാ ഉണർവ്. ശുദ്ധീകരണം നടക്കണ്ടേ? മലിന്യപ്പെട്ടിടാതോടിയിടുക മണവാളൻ വാരാവേറ്റം അടുത്തു പോയി. മാലിന്യപ്പെട്ടിട ഓടിയിടുക. ചേർന്ന് പാടാം. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടികൂടി. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക, പോഷ്ക്ക് പറയരുത്. ജീവൻ പോകേണ്ടി വന്നാലും പോഷ്ക്ക് പറയരുത്. പുസ്തകത്തിലെ വാക്യം എങ്ങനെ? പോഷ്ക്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. ഞാൻ ഭയത്തോടെ പറയട്ടെ, എൻ്റെ അഭിപ്രായം പോഷ്ക്ക് പറയുന്നവരുടെ ശ്വാസവും അടഞ്ഞു പോകും. പേടിച്ച ഇത് പറയുന്നത്, പേടിച്ച. അപ്പനോട് കള്ളം പറഞ്ഞ് എനിക്ക് എഴുന്നേൽപ്പാൻ പാടില്ല. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞു ആ വിഷയത്തിൽ ദൈവം പിടിച്ചു. കഠിന വേദന, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. വിഷയത്തിൽ മരിക്കുക. ഇനി അതിന് മറുവശമുണ്ട്. നിങ്ങൾ വേറെ പുസ്തകം ധ്യാനിക്കുന്നവരുണ്ടല്ലോ, പഠിക്കുന്നവരുള്ളത് കൊണ്ടാണ്.
ഈ സംസാരിക്കുന്ന വളരെ ശ്രദ്ധിച്ച് വേണം, വിശേഷിച്ച് ദൈവമക്കൾ. ലോകമക്കളുടെ കാര്യമല്ല, ദൈവമക്കൾ. ഒരിക്കൽ ഇവളെ റേച്ചൽ ആന്റി കാണാനൊക്കെ നല്ലതാ കേട്ടോ, കാണാനും നല്ലതാ. എൻ്റെ അഭിപ്രായം പുള്ളിക്കാരി ലേയേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആരാ? റേച്ചലമ്മാമയാ. ജേക്കബിനും റേച്ചലമ്മാമയോടായിരുന്നു കൂടുതൽ. മിടുക്കിയ അഹങ്കാരിയ. അഹങ്കാരമാണ്. പല കാര്യങ്ങളുണ്ട് അഹങ്കരിക്കാൻ. ആട്ടെ, അതിന് പുസ്തകത്തിൽ വേറെ വാക്കുണ്ട്, മരുക്കമില്ലാത്ത പശുക്കിടാവായിരുന്നു. മരുക്കമില്ലാത്ത ഈ അഹങ്കാരത്തിന്റെ ഒരു പ്രയോഗമാണ്. ഒരിക്കൽ ഇവള് ഈ ജ്യേഷ്ഠത്തിൽ ലേയാമ്മ പ്രസവിച്ചു. ആദ്യം 4 പ്രസവം. രൂബേനെയും ശിമയോനെയും ലേവിയെയും യഹൂദയും. അപ്പൊ ഇവള് പ്രശ്നമാക്കി. ദാസിയും പ്രസവിച്ചു. ഇവള് ഉടനെ ജേക്കബിനോട് ഒരു ദിവസം പറഞ്ഞു, നീ എനിക്ക് പിള്ളേരെ തന്നില്ല ഞാൻ ചാവൂന്ന് പറഞ്ഞു. എനിക്ക് പിള്ളേരെ തന്നില്ല ഞാൻ. യാക്കോബ് പറച്ചു പോയോ, നീ എന്ത് റേച്ചലേ നീ എന്നെ പറഞ്ഞു? ഞാൻ ദൈവത്തിന്റെ പക്ഷത്തിന്. ദൈവം അല്ലേ നമുക്ക് മക്കളെ. വായിച്ചേ 30:1-2 വായി. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു. റാഹേൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം, എനിക്ക് മക്കളെ തരണം, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മക്കളെ തന്നില്ല ഞാൻ ചാവുമെന്ന്. അതാ ഇനി അതിന് വാച്യാർത്ഥമുണ്ട്. യാക്കോബിനെ ഭീഷണിപ്പെടുത്തി, മക്കളെ തന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. മക്കളെ തന്നില്ല ഞാൻ മരിച്ചു പോകുന്നൊക്കെയാ പറഞ്ഞെങ്കിലും അത് മയപ്പെടുത്തി പറഞ്ഞതാ. കുടുംബജീവിതത്തിൽ ചിലരെ ഭർത്താവിനെ പേടിപ്പിക്കുന്ന സ്ത്രീകളുണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. രാത്രി 12:45 കതകും വലിച്ചടച്ച് കുറ്റി കിട്ടും. അവനപ്പുറം അന്തം വിട്ടിരിക്കുക. രാത്രി 10:00 അവൻ ചെന്ന് കതകം വിട്ട, സൂസൻ 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 സൂസ സൂസ. അവള് പുതപ്പിനകത്ത് കടിന്ന് ഉറങ്ങുക. യവൻ വെപ്രാളപ്പെട്ട് അല്ല, അർദ്ധരാത്രി സമയത്ത് പാസ്റ്ററെ വിളിച്ച് പറയാൻ പറ്റുമോ ഈ വിഷയം? ഒക്കത്തില്ല. പാസ്റ്റർ അറിയും ചിലയിടത്ത്, എല്ലാവരും അല്ല, പാസ്റ്റർ അറിയും. ചിലപ്പോൾ പാസ്റ്റർ ഫോണെടുത്ത് ആട്ടെ സാങ്കുട്ടി ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ചിലപ്പോൾ അമ്മാമ്മ ചോദിക്കും, ആരാ വിളിച്ച്? നമ്മുടെ സാങ്കുട്ടി എന്നെ രാത്രി വിളിച്ച് ഇച്ചിരി പ്രശ്നം. എന്നാ പ്രശ്നം? എന്നാ പ്രശ്നം? നമുക്ക് അങ്ങോട്ട് പോകണം. ഇല്ല, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരുടെയും കാര്യമല്ല, ചിലരിടത്ത് പിറ്റേന്ന് സൺഡേ ആണെങ്കിൽ, എല്ലാവരും അല്ല, ചില അമ്മാമ്മ സഭയിലെ വേറെ അമ്മാമ്മയോട് ചിലപ്പോൾ ഇത് പറഞ്ഞെന്നും വരാം. കണ്ടത്തിലെ അമ്മാമ്മയാന്നേ പിന്നെ വേറെ ആരോടും പറയുക. കണ്ടത്തിലെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനോരമ. അവരില്ലേ മനോരമയുടെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള കേട്ടിട്ട് മനോരമ പിന്നെ പൊട്ടം കളിക്കുന്നേ. അപ്പൊ ഇത് മുഴുവൻ പിന്നെ വേൾഡ് മുഴുവൻ അറിയും. സാങ്കുട്ടിയുടെ ഭാര്യ പ്രശ്നമാണ്, സാങ്കുട്ടി വളരെ ദുരിതത്തിലാണെന്ന്. അത് പേടിച്ച് അന്നാരും മിണ്ടാനൊക്കെ അപ്പനോടും അമ്മയോടും വിളിച്ച് പറയാം. അവര് ദൂരെയാണ്, പ്രശ്നമല്ലേ. അപ്പൊ പിന്നെ ചെയ്യുന്നത്, ഒരു രാത്രി മുഴുവൻ ഇവൻ തീ തിന്നുക, അവള് സുഖമായിട്ട് കിടന്നുറങ്ങുക. എന്നെ രണ്ടുപേരും അങ്ങ് സങ്കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാ യോഗത്തിലും ഇങ്ങനെയാണോ ഇരിക്കുന്നത്? എന്നാ കുഴപ്പമില്ല. സ്തോത്രം. തീ തിന്നുക. അപ്പൊ യാക്കോബിനോട് ഇവള് ഭീഷണിയുടെ സ്വരമാ, അഹങ്കാരമുണ്ട്. നീ എനിക്ക് മക്കളെ തന്നില്ലേ ഞാൻ ആത്മഹത്യ ചെയ്യും. ദൈവം അതും അങ്ങ് കുറിച്ചു വെച്ചു.
വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞ് കൊച്ചിനെ തരാം, നീ എത്തും. കുഞ്ഞിനെ തരിക, നീ അതല്ലേ പറഞ്ഞേ. പിള്ളേരെ തന്നില്ലേ ചാകും, മരിക്കുമെന്നല്ലേ, നീ തന്നെയല്ലേ പറഞ്ഞു. ഒരു കാര്യം, കൊച്ചിനെ തരിക, ചത്തു, നിനക്ക് ചാകാനല്ലേ ആഗ്രഹം. ഞാനിത് പ്രസംഗിക്കുന്നത് വളരെ ഭയത്തോടാണ്. നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചോണം. ഭർത്താവിനോട് സംസാരിക്കുന്നത്, ഭാര്യയോട് സംസാരിക്കുന്നത്, മക്കളോട് സംസാരിക്കുന്നത്, മാതാപിതാക്കളോട് സംസാരിക്കുന്നത്, ശുശ്രൂഷകനോട് സംസാരിക്കുന്നത്, ശുശ്രൂഷകൻ വിശ്വാസിയോട് സംസാരിക്കുന്നത്, സമൂഹത്തോട് സംസാരിക്കുന്നത്, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളും പലപ്പോഴും പലതും ശ്രദ്ധിക്കത്തില്ല. ചിലരോട് നമ്മൾ ചോദിക്കണേ, എന്തോ അമ്മ യോഗത്തിന് വരാഞ്ഞ്, എനിക്ക് അങ്ങ് തലവേദനയായിരുന്നു. ഒരു കുഴപ്പമില്ല, തടി ഊരാൻ വേണ്ടി പറഞ്ഞതാ. എന്തുവാ? സൂക്ഷ്മത വരും. പക്ഷേ നമ്മുടെ ആ കാര്യത്തിന് എന്തുവാ എന്നെ പിരിവായിട്ട് എന്തോ ഹെൽപ്പ് ചെയ്യാം. എൻ്റെ മാസ്റ്റർ, ഞാൻ 500-ന്റെ നോട്ട് കണ്ടിട്ട് കാലങ്ങൾ മിക്കവാറും അത് സംഭവിക്കാൻ സാധ്യത വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാം. വിശേഷിച്ച് നമ്മൾ ദൈവമക്കളാണ്. ഈ 35-ാം അധ്യായത്തിലെ പാഠം, റാഹേലിന്റെ ആഗ്രഹമായിരുന്നു ഈ പിള്ളേരെ തന്നില്ലേ ചാകും, തമ്പുരാൻ കുറിച്ച് വെച്ച് കൊച്ചിനെ തരിക, ചാത്തോ. അപ്പൻ വന്ന് കൂടാനും പരിശോധിച്ചു പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ പാടില്ല. കള്ളം പറഞ്ഞു. ആ കള്ളം പറഞ്ഞ വിഷയത്തിൽ പിടിച്ചു. 35-ൽ കഠിനവേദന, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും. വേറെ പഠിതാക്കൾ ഏത് മനുഷ്യനും തെറ്റും അപാകതയൊക്കെ വരും. പക്ഷെ റാഹേലിന്റെ ഒരു നല്ല വശം, ഈ മരണസമയത്ത് അവൾ അനുതപിച്ചു, ഏറ്റു പറഞ്ഞു, കരഞ്ഞു. മക്കളെ ചൊല്ലി കരഞ്ഞെങ്കിലും അവൾ ജീവിതത്തെ ഓർത്ത് കരഞ്ഞു. മരണസമയത്ത് അവൾ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു, നെഗളം ഉണ്ടായിരുന്നു, ഭർത്താവിനെ ഞാൻ മാനസികമായി പീഡിപ്പിച്ച സന്ദർഭങ്ങളുണ്ട്, നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ സംസാരിച്ചു, അപ്പനോട് കള്ളം പറഞ്ഞു, ഞാൻ അന്യദൈവത്തിനെ വിട്ടില്ല, എൻ്റെ ജ്യേഷ്ഠത്തിയോട് എനിക്ക് ഭയങ്കര അസൂയ, ഒത്തിരി ഉണ്ട്. ഇതെല്ലാം ഈ സമയത്ത് ഏറ്റു പറഞ്ഞു. അവൾക്ക് മനസ്സിലായി മരിക്കാൻ പോവുക. ഇതിനകത്ത് വേറൊരു ആത്മീക പാഠം, എപ്പോഴാ മരണമെന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ക്രമീകരിച്ചോണം.